ആണല്ലോ. ആരെ കുട്ടികളെ നിങ്ങള് പാതിരാത്രി ഈ കാട്ടിന് നടുക്ക് എന്താ കാര്യം? സത്യം പറയും, ഹെൽപ്പ് ചെയ്യണേ, ഞങ്ങൾ കുറച്ച് ദൂരത്തുനിന്ന ഗ്രാൻഡ്മ. അപ്പോ ആ ഗ്രാൻഡ്മ ചുറ്റിൽ നോക്കിയിട്ട് വയ്ക്കും, കൂടെയുള്ളവരൊക്കെ എവിടെ? കൂടെ ആരുമില്ല. കൂടെ ആരും ഇല്ലെന്നോ? സത്യം പറയും, കൂടെ ആരുമില്ല, ഞങ്ങളിവിടെ പെട്ടുപോയതാ, ഞങ്ങളെ സഹായിക്കണം ഗ്രാൻഡ്മ, പ്ലീസ് ഹെൽപ്പ്. ഇവളെ പപ്പിയെ പാമ്പ് കടിച്ചു ഗ്രാൻഡ്മ. അപ്പോഴാണ് പപ്പി ആ വിവരം അറിയുന്നത്. അങ്ങനെ ഞെട്ടിപ്പോവാ പപ്പി. എന്നിട്ട് ആ മുറിവിലേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോഴാ ആ മുത്തശ്ശിയും അത് കാണുന്നത്. സത്യം പറയും, സഹായിക്കണേ ഗ്രാൻഡ്മ പ്ലീസ്. ഞാൻ എന്ത് സഹായിക്കാനാ? സത്യം പറയും, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്താൻ സഹായിച്ചാൽ മതി. വണ്ടിയോ മറ്റോ കിട്ടിയാൽ കാശുണ്ട് കയ്യിലെ. മുത്തശ്ശി പറയും, ക്യാഷ് ഉണ്ടായിട്ട് എന്താ മക്കളെ കാര്യം? ഇത് ഉള്ളുവാനാ. പകൽ സമയത്ത് സൂര്യൻ പോലും എത്തി നോക്കാൻ മടിക്കും. പിന്നെ ആ വണ്ടിയും വെള്ളവും. ഇനി ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ തന്നെ എത്ര നാഴിക നടക്കണമെന്നാ? അതിനുള്ളിൽ നേരം വെളുക്കും, കടിച്ച ആളിന്റെ ഉയരും പോവും. അറിയോ, ഈ കാടിനൊരു ചരിത്രമുണ്ട്. ഇവിടെ വെച്ച് വിഷം തേണ്ടിയവരാരും ഈ കാടിനെ പുറത്തു പോയിട്ടില്ല, ഒരു രാത്രി പിന്നിട്ടിട്ടുമില്ല. ഇതോടെ കേൾക്കുമ്പോ പപ്പി ആകെ പേടിച്ചു പോവും. നിങ്ങൾ പോണ മക്കളെ, ഈ മുത്തിയുടെ ഉറക്കം കളയാതെ. സത്യം ആകെ പേടിച്ചിട്ടുണ്ട്. ഗ്രാൻഡ്മ പ്ലീസ്, ഗ്രാൻഡ്മ പ്ലീസ്, എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണേ. പപ്പി അപ്പോഴേക്ക് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്രാൻഡ്മയ്ക്കും ഞാൻ എന്ത് സഹായിക്കാനാ? സത്യം പറയും, എന്തെങ്കിലും പ്ലീസ്. പപ്പി എപ്പോഴും ഇങ്ങനെ കരയുന്ന കാണുമ്പോ അവര് പറയും, ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാം. കാട്ടുവാസികളെ പാമ്പ് കൊത്തുമ്പോ ഒരു പച്ചമരുന്ന് പ്രയോഗം നടത്താറുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ നോക്കാം. സത്യം പറയും, അത് മതി ഗ്രാൻഡ്മ, പക്ഷെ നല്ല വിശ്വാസം വേണം, എങ്കിലേ ഫലിക്കൂ. സത്യം പറയും, വിശ്വാസമുണ്ട്. എന്നാൽ ഈ കട്ടിലോട്ട് കയറി കിടന്നോളൂ എന്ന് പറഞ്ഞ് അവരവിടുന്ന് എഴുന്നേൽക്കാ. സത്യ പറയും, കിടക്ക് പപ്പി. അങ്ങനെ സത്യ പപ്പിയെ പിടിച്ച് കിടക്കുമ്പോ തന്നെ പപ്പി മയങ്ങി പോവാണ്. സത്യക്കും, ഗ്രാൻഡ്മ ഒറ്റയ്ക്കാണോ ഇവിടെ? അതെ, ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? എല്ലാവരും മരിച്ചുപോയി. അയ്യോ, എന്തു പറ്റി? അപ്പൊ ഗ്രാൻഡ്മ പറയും, വിഷം തീണ്ടി, പാമ്പ് കടിച്ച്. ഇതോടെ കേൾക്കുമ്പോ സത്യം ഒന്നുകൂടി ഭയക്കാണ്. ഏക്കത്തിലേക്ക് പോയെങ്കിലും പപ്പി ഇത് അറിയുന്നുണ്ട്. പപ്പിയും പേടിക്കുക. അതും പറഞ്ഞ് അവര് മരുന്നൊക്കെ എടുക്കാനായിട്ട് അകത്തേക്ക് പോവാണേ. ഇതേ സമയം ഷാലിനിയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ വിഷ്ണു ഒക്കെ പപ്പി സത്യ എന്ന് വിളിച്ചിങ്ങനെ ഇറങ്ങി നടക്കണേ ആ കാട്ടിലുടനീളം. ശാരദാമ്മയാണെങ്കിൽ ഇപ്പോഴും ആ മദ്യാഗ്നിയിലാണ്. അവിടെ തപസ് ചെയ്തിരിക്കുക. ശാന്തേച്ചി ഇങ്ങനെ നോക്കി നിൽക്കാം. പെട്ടെന്നായിരിക്കും ഒരു സർപ്പം അങ്ങോട്ട് വരുന്നത് കാണാം. അത് വരുന്നത് കാണുമ്പോ ശാന്തേച്ചി ആകെ പേടിച്ചു പോവും. ഇത് ശാരദാമ്മയും കാണുന്നുണ്ട്. ശാരദാമ്മ അതിനെ തന്നെ നോക്കി നിൽക്കുക. ശാന്തേച്ചി ആകെ പേടിച്ചു, അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുമ്പോ ആരുമില്ലല്ലോ. വേഗം അവിടുന്ന് ഓടിപ്പോവാ പേടിച്ചിട്ട്. പാമ്പാണെങ്കിൽ ഇഴഞ്ഞു വന്ന് ശാരദാമ്മയുടെ അടുത്ത്, അതായത് ആ തീക്കുളത്തിന് പുറത്ത് ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുക. അതിനെങ്ങനെ നോക്കിയതിനു ശേഷം ശാരദാമ്മ കണ്ണടച്ച് വീണ്ടും തപസ്സിലേക്ക് തന്നെ പോവാണ്. ഇതേ സമയം അവിടെ ആ കാട്ടിലെ സത്യ പപ്പിയുടെ കൈ മുറുക്കെ പിടിച്ചിട്ടായിരിക്കുന്നത്. ആ മുത്തശ്ശിയാണെങ്കിൽ അപ്പോഴേക്കും മരുന്നൊക്കെ ഇങ്ങനെ കല്ലിട്ട് ചതയ്ക്കുക. അതേസമയം പപ്പി ഇങ്ങനെ കണ്ണടച്ച് ഉറങ്ങി പോകുമ്പോഴേക്കും സത്യ പറയും, പപ്പി ഉറങ്ങല്ലേ? ഇത് കേൾക്കുന്ന ആ മുത്തശ്ശി പറയും, ഉറക്കണ്ട, ഒരു പോലെ കണ്ണടച്ച കുഴപ്പാ. എന്നാ പപ്പിയുടെ കണ്ണിങ്ങനെ വീണ്ടും അടഞ്ഞു പോകുമ്പോ സത്യ പറയുന്നുണ്ട്, പപ്പി ഉറങ്ങല്ലേ? പപ്പിക്കും, എന്നെ പാമ്പ് കടിച്ചതല്ലേ, ഞാൻ മരിച്ചു പോവോ സത്യേ? സത്യ പറയും, ഇല്ല പപ്പി, എനിക്ക് എന്റെ വിഷ്ണു അച്ഛനെയും അമ്മേനെയും അച്ഛനെയും ഒന്നും കാണാൻ പറ്റില്ലേ സത്യേ? അതൊക്കെ പറ്റും പപ്പി. പപ്പി പറയും, പക്ഷെ അവര് പറഞ്ഞല്ലോ പാമ്പ് കടിച്ചവരാരും കാട് വിട്ടു പോയ ചരിത്രമില്ലെന്ന്. സത്യ പറയും, അത് പിന്നെ അത് നമ്മുടെ കാര്യമല്ലല്ലോ, നിനക്ക് ഒരു കുഴപ്പവും വരില്ല, ഗ്രാൻഡ്മ മരുന്നുണ്ടാക്കുകയല്ലേ. പപ്പി പറയും, എനിക്ക് എന്തെങ്കിലും പറ്റിയാലേ സത്യമ്മയോട് പറയണം, എനിക്ക് സത്യമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന്. പറയൂ സത്യേ? സത്യ പറയും, പറയാം. അപ്പോഴേക്ക് വീണ്ടും കണ്ണടഞ്ഞു പോകുമ്പോ സത്യ പറയും, അയ്യോ ഉറങ്ങില്ലേ പപ്പി, ഉറങ്ങില്ലേ പപ്പി എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് ആ ഒറ്റക്കാലൻ ബേബി വരുന്നത്. അയാളെ കുട്ടികൾ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. കുട്ടികളെ നോക്കി ഇരയെ കിട്ടിയ സന്തോഷത്തിൽ നിൽക്കണേ ആ ഒറ്റക്കാലൻ. കുട്ടികളെ അന്വേഷിച്ച് ആരും തന്നെ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് ശാലിനി പറയും, കാണുന്നില്ലല്ലോ അനു, എവിടെ പോയെന്നറിയില്ല, എന്തോ ആപത്ത് സംഭവിച്ചതുപോലെ എന്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു. എന്റെ 2 മക്കളെയും ഒരു കേടും കൂടാതെ തിരിച്ചു തരണേ ഭഗവാനെ എന്ന് പറഞ്ഞിങ്ങനെ കരയുകയാണ്. അതേസമയം റേഞ്ചർ മാഡം പറയും, വരണം മാഡം, കുട്ടികൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. അങ്ങനെ ശാലിനി വീണ്ടും സത്യ പപ്പി എന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും തെരച്ചിൽ തുടരുക. ശാരദാമ്മയുടെ അടുത്തുനിന്ന് ഇപ്പോഴും ആ സർപ്പം പോയിട്ടില്ല, അത് അവിടെ തന്നെ നിൽപ്പുണ്ട്. ശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലാണ്. സത്യഭാമ കഴിഞ്ഞ ദിവസം പപ്പിയെ അല്ലാതെ വഴക്ക് പറഞ്ഞല്ലോ, വഴക്ക് പറഞ്ഞതും അടിക്കാൻ നിന്നതും എല്ലാം അങ്ങനെ ആലോചിക്കുക. ഇതൊക്കെ ആലോചിച്ച് ഫോണിലേക്ക് നോക്കുന്നുണ്ട്. ആരുടെയോ കോളും പ്രതീക്ഷിച്ചാ നിൽക്കുന്നത്. വിഷ്ണുവോ രോഹിതോ ആരെങ്കിലും വിളിക്കുന്ന കരുതിയിട്ട് അങ്ങനെ ടെൻഷനോട് കൂടി നിൽക്കുമ്പോ രാഘവേട്ടൻ അങ്ങോട്ട് വരിക. രാഘവേട്ടന്റെ മുഖത്ത് നല്ല ദേഷ്യാണുള്ളത്. ഭാമേ, തേനും വയമ്പും നാവിലിട്ടിച്ച് പാൽപായസം കൊടുത്ത് പട്ടുമെത്തയിൽ ഉറക്കിയിരുന്ന സത്യഭാമയുടെ കൊച്ചുമകൾ ഇപ്പൊ എവിടെയാ ഭാമേ? എന്റെ പണമോ പദവിയോ അധികാരമോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ പപ്പിക്കുട്ടിയെ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുപോവാ ഭാമേ. അതൊന്നും വേണ്ട, ഇപ്പൊ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതെങ്കിലും ഒന്ന് സാധിച്ചതാ ഭാമേ. ഭാമ ഇങ്ങനെ കരയുമ്പോ രാഘവേട്ടൻ പറയും, നിന്നെ കൊണ്ട് പറ്റില്ല അല്ലേ? പറ്റില്ല. സത്യഭാമയുടെ കൊട്ടാരവും മുത്തും പവിഴവും കാഴ്ചവെച്ചാലും അതിനെ കൊണ്ടൊന്നും സാധിക്കില്ല അല്ലേ? പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു ഭാമേ അഹങ്കാരവും ധാഷ്ട്യവും ഒക്കെ? അതൊക്കെ കൊണ്ട് നീ എന്താ നേടിയത്? ഇപ്പൊ നമ്മുടെ കുഞ്ഞുമോള് കടുവയുടെയോ പുലിയുടെയോ ഏതെങ്കിലും ആപത്തിന്റെയോ വായിൽ ചെന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണക്കാരി നീ ഒരൊറ്റൊരാളാണ് ഭാമേ, നീ ഒരൊറ്റൊരാളാ എന്നിങ്ങനെ സകല സങ്കടത്തിലും ദേഷ്യത്തിലും രാഘവേട്ടൻ ഉച്ചത്തിൽ വിളിച്ചു പറയാ. ഇതെല്ലാം കേട്ട് ഇപ്പൊ ഭാമയ്ക്ക് ഒന്നും മിണ്ടാനില്ല. അവിടെ ഇന്ന് കരയാ. രാഘവേട്ടൻ ഇങ്ങനെ ദേഷ്യത്തില് അവിടെ ഇരിക്കുകയാണ്. വീഴാൻ പോകുന്ന പോലെ എല്ലാവർക്കും തോന്നും. രാഘവേട്ടൻ പറയും, ഭാമേ
ഈ വീട്ടിൽ കിടന്നുറങ്ങേണ്ട കുഞ്ഞിനെ മീൻപാറയിലെ വനത്തിനുള്ളിൽ എത്തിച്ചത് നീയാണ്. അവളുടെ ചേച്ചിയമ്മയുടെ മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. നീ അതിന് സമ്മതിച്ചോ? ഈ വീട്ടിലെ ഹാളിലും നമ്മുടെ മകൻ വിഷ്ണുവിന്റെ റൂമിലുണ്ടായിരുന്ന ശാലിനിയുടെ ഫോട്ടോ ഒക്കെ നീ വികൃതമാക്കിയപ്പോ നീ അനുഭവിച്ച ആ ക്രൂരമായ ആനന്ദം ഉണ്ടല്ലോ, അതിന് ദൈവം തന്നൊരു തിരിച്ചടിയാ. ചങ്ക് പറഞ്ഞു പോകുന്ന ഈ പ്രാണവേദന. അപ്പോഴും ഭാമ ഇങ്ങനെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ട് രാഘവേട്ടൻ നെഞ്ചു പൊട്ടിക്കറിയാ. ഭഗവാനെ, ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് കൂടിയാണല്ലോ ഈ പ്രാണവേദന. എന്തിനാ ഭഗവാനെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നെഞ്ചത്ത് ആഞ്ഞടിക്കണേ. രാഘവേട്ടൻ ഇങ്ങനെ ചെയ്യുമ്പോ ഭാമയ്ക്ക് പേടിയാവാ. എന്റെ കുഞ്ഞൊരു ആപത്തുണ്ടാവുന്നതിന് മുമ്പ് ഈ വൃദ്ധന്റെ ജീവൻ അങ്ങ് എടുത്തുവിടായിരുന്നു നിനക്ക്. എന്തിനു വേണ്ടിയാ ഈ പാഴ്ജന്മം ഇങ്ങനെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ സങ്കടത്തില് നെഞ്ചത്ത് ആഞ്ഞടിക്കണേ. ശേഷം ദേഷ്യത്തിൽ അവിടുന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങുമ്പോ വീഴാൻ പോവാണേ. പിള്ളച്ചേട്ടൻ പിടിക്കുന്നുണ്ട്. രാഘവേട്ടാ എന്ന് വിളിച്ച് ഭാമയും വേഗം എഴുന്നേറ്റ് പിടിക്കുക. വീണ് ചാവട്ടെ, ആർക്ക് വേണ്ടിയാടോ ഭൂമിക്ക് ഭാരമായിട്ട് ഈ തടി ഇങ്ങനെ എന്ന് പറഞ്ഞതിന് ശേഷം ഭാമയെ ഇങ്ങനെ തുറിച്ചു നോക്കണേ. രാഘവേട്ട വാ നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് പിള്ളച്ചേട്ടൻ വിളിക്കാം. ഈ സമയം ഭാമ രാഘവേട്ട എന്നോട് എന്ന് പറഞ്ഞ് രാഘവേട്ടന്റെ കാലിൽ തൊടാൻ പോവാ. കുഞ്ഞു നിൽക്കുമ്പോഴേക്കും രാഘവേട്ടൻ പറയും വേണ്ട എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് രാഘവേട്ടൻ അകത്തേക്ക് പോവാണ്. സങ്കടത്തില് പുന്നിയും പോവും. ഭാമ അവിടെ ഇരുന്ന് പൊട്ടിക്കറിയാ. ഇതേ സമയം ആ കാട്ടിലെ മരുന്നൊക്കെ ആ മുത്തശ്ശി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടത് പപ്പിയുടെ കാലിൽ വെച്ച് കൊടുക്കുക. ഇതൊക്കെ ആ ദുഷ്ടൻ ഒറ്റക്കാലൻ അവിടെ നിന്ന് ഇങ്ങനെ മറിഞ്ഞു കാണുക. ഇപ്പോഴും അടുത്തേക്ക് ചെന്നിട്ടില്ല. ശാലിനിയും വിഷ്ണു എല്ലാം വേറെ വേറെ വഴികളിലൂടെ ഇവരെ തെരഞ്ഞ് നടക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല. അങ്ങനെ ആ മുത്തശ്ശിയും മരുന്നൊക്കെ കാലിൽ വെച്ച് കിട്ടിയതിനു ശേഷം അല്പം മരുന്നെടുത്ത് പപ്പിയുടെ വായിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഈ സമയം പപ്പി എന്നിങ്ങനെ സത്യ വിളിക്കുമ്പോ വേണ്ട മോളെ, ഇപ്പൊ മരുന്ന് കഴിച്ചതല്ലേ, അല്പസമയം മയങ്ങിക്കോട്ടെ. അത്തേക്കും ഉറക്കം തെളിയുമ്പോ വിഷം പോവോ ഗ്രാൻഡ്മ പറയും. ഉറക്കം തെളിഞ്ഞാ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. മോളും കൂടെ കുറച്ച് സമയം ഒന്ന് കിടക്ക്. നേരം പുലരാറായില്ലേ. സത്യവരം വേണ്ട ഗ്രാൻഡ്മ, പപ്പി ഉറക്കം തെളിയട്ടെ. അങ്ങനെയെങ്കിലും അങ്ങനെ. കുഞ്ഞിങ്ങനെ ഉറക്കം കളഞ്ഞു നോക്കിയിരിക്കുകയാണെങ്കിൽ ഈ മുത്തിക്കും ഇരിക്കാം എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കണേ. സത്യ അടുത്ത് ചെന്നിരുന്നിട്ട് വയ്ക്കും. മരുന്ന് ഫലിക്കില്ലേ ഗ്രാൻഡ്മ? ഫലിക്കോ ഇല്ലയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഫലിക്കുന്ന മരുന്ന് ഏതാന്ന് ചോദിച്ചാലും എനിക്കറിയില്ല. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നത് ദാ ഈ പച്ചമരുന്നാണ്. ഇതാണ് പാമ്പുകടി ഏൽക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്നത്. പക്ഷേ ഇത് കൊടുത്തിട്ട് ആരും എന്റെ ഓർമ്മയിൽ രക്ഷപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല. ഇത് കേൾക്കുന്ന സത്യ ഞെട്ടിലോട് കൂടി അവിടെ എഴുന്നേൽക്കുക. ഉയിര് തിരികെ കിട്ടാൻ ദൈവാധീനം വേണമെന്നാ. ദൈവാധീനം അതോടെ കേൾക്കുമ്പോ സത്യക്ക് ഒരുപാട് പേടിയാവണേ. പപ്പി ഇപ്പൊ മയക്കത്തിലേക്ക് പോയല്ലോ. പപ്പിയെ അങ്ങനെ സങ്കടത്തോടു കൂടി നോക്കുകയാണ് സത്യ. ഇതെല്ലാം ആ ഒറ്റക്കാലൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് നടന്നു പോവാ. ഇതേ സമയം അവിടെ ശാരദാമ്മ ഇപ്പോഴും മധ്യാഗ്നി പൂജയിലാണല്ലോ. സർപ്പവിടെ ഉണ്ടെങ്കിലും അതൊന്നും ശാരദാമ്മ കാര്യമായിട്ട് എടുക്കുന്നേ ഇല്ല. അത് അവിടെ തന്നെ നിൽപ്പുണ്ടേ. ശാരദാമ്മ കണ്ണു തുറന്ന് അതിന്റെ കണ്ണിലേക്ക് നോക്കണേ.